ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ ഒരുമിച്ച് പാടി. ഒരു കൂട്ടം മാലാഖമാർ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് പറന്നിറങ്ങി വരികയായിരുന്നു. മനോഹരമായൊരു കാഴ്ചയാണ്. ആട്ടിടയന്മാർ അമ്പരപ്പോടെ കാണുന്നു ആ കാഴ്ച. ബെത്ലഹേമിലെ മലഞ്ചെരിയിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്നിരുന്ന ആട്ടിടയന്മാർ അത്ഭുതം കൂറി നോക്കി നിൽക്കുകയായിരുന്നു. തേജോമയന്മാരായ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരുന്നു. അതിനു മുൻപ് തന്നെ അവരെ മറ്റൊരു കാഴ്ച കാണുകയുണ്ടായി. ഒരു മാലാഖ, തേജസ്സണിഞ്ഞൊരു മാലാഖ, മഹത്വം നിറഞ്ഞൊരു മാലാഖ ഇറങ്ങി വന്ന് അവരുടെ നടുവിൽ വന്ന് നിന്നു. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ആട്ടിൻ പറ്റത്തെ കാത്തുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. നല്ല മഞ്ഞുള്ള രാത്രി, കുളിർമയുള്ള രാത്രി. അവർ ആ വെറും പറമ്പിൽ മലയോരത്ത് അവിടെ ആടുകളുടെ പറ്റം കാത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ ഞെട്ടി ഉണർന്നത്. അത്ഭുതമായ കാഴ്ച കണ്ടു. ഒരു ദിവ്യ ജ്യോതിസ് വന്ന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. മാലാഖ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ഓരോരുത്തർ ചാടി എഴുന്നേറ്റു. എല്ലാവരും സംഭ്രമത്തോടെ നോക്കി നിൽക്കുന്നു. എല്ലാവരും ഭയന്നു പോയി. എന്താണ് ഈ കാഴ്ച? കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. ആ കാഴ്ച കണ്ട് എല്ലാവരും പരിഭ്രമത്തോടെ, ഭയത്തോടെ, സംഭ്രമത്തോടെ നോക്കി. മാലാഖ പറഞ്ഞു, ഭയപ്പെടണ്ട, ഒരു നല്ല വാർത്ത നിങ്ങളെ അറിയിക്കാൻ വന്നതാണ്. ഒരു സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കാൻ വന്നതാണ്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തരാൻ വന്നതാണ്. ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, സുവിശേഷം നിങ്ങൾക്ക് തരാൻ വന്നതാണ്. എന്താണ് സുവിശേഷം? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം. മാലാഖ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേ അവർ ആശ്ചര്യം മാറിയിട്ടില്ല, അത്ഭുതം മാറിയിട്ടില്ല. അത്ഭുതത്തോടെ കണ്ണു വിടർത്തി അവർ നോക്കി നിൽക്കേ അപ്പോഴുണ്ട് ഒരു പറ്റം മാലാഖമാർ പറന്നിറങ്ങി വരുന്നു. അവരെല്ലാവരും വന്ന് ഈ ആദ്യം വന്ന മാലാഖയുടെ അരികത്ത് നിരനിരയായി നിൽക്കുന്നു. മനോഹരമായ കാഴ്ചയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബേത്ലഹേമിലെ ആ മലഞ്ചെരിയിൽ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വന്നുള്ളതായ മനോഹരമായൊരു കാഴ്ച. അവർ ചേർന്ന് വന്നു, അവർ ചേർന്ന് പാടുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കൂ, ആദ്യം പറഞ്ഞ മാലാഖ മഹാസന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുമിച്ച് പാട്ട് പാടുന്നത് സമാധാനം എന്ന അത്ഭുതകരമായ അനുഭവത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ സ്വർഗീയ ശാന്തിയും സന്തോഷവും സമാധാനവും തരുന്ന ദൂതാണ് അന്ന് ആ മല ചെരിവിൽ മുഴങ്ങിയത്. ഇന്ന് പല കാര്യങ്ങളിലും നമ്മൾ അവശരാണ്, ദുഃഖിതരാണ്,
നമ്മുടെ കുടുംബകാര്യങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലോ നമ്മുടെ ജോലി കാര്യങ്ങളിലോ നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലോ വൈവാഹിക ജീവിതത്തിലോ ദാമ്പത്യ ബന്ധങ്ങളിലോ നമ്മുടെ മക്കളുടെ കാര്യത്തിലോ എല്ലാം പലതരത്തിലുള്ളതായ ടെൻഷൻ, പലതരത്തിലുള്ളതായ പിരിമുറുക്കങ്ങൾ കൂടി ഇതൊന്ന് അലഞ്ഞിരിക്കുകയാണ്. അനേകം ആളുകളും സ്വസ്ഥതയില്ലാതെ അലഞ്ഞിരിക്കുകയാണ്, അഴലാണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് കേൾക്കുന്നത് മഹാസന്തോഷം. അതാണല്ലോ ഇല്ലാത്തത്. സന്തോഷമില്ല, മഹാസന്തോഷമില്ല. ഇല്ലാത്തത് തരാമെന്നാണ് പറയുന്നത്. എന്തൊരു അത്ഭുതം! ഇതുവരെ നേടിയിട്ടില്ലാത്ത തരാമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾ പിന്നിട്ടല്ലോ ഇന്ന് ഈ ക്രിസ്മസിനോടടുത്ത സമയത്ത് നാം ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹാസന്തോഷമാണ്. എല്ലാ അലമാലകളും മാറി, എല്ലാ ഊരാക്കുരുക്കുകളും മാറി, എല്ലാ അനർത്ഥങ്ങളും മാറി, എല്ലാ ആപത്തുകളും മാറി സന്തോഷവും സമാധാനം ലഭിക്കുന്ന മഹത്തായൊരു അനുഭവത്തിലേക്ക് ഇന്ന് യേശുക്രിസ്തു നമ്മെ മാടി അടുപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരെയും അറിയുന്ന ക്രിസ്തു അരികത്ത് ചേർന്ന് നിന്നുകൊണ്ട് സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ്. മാലാഖ പറഞ്ഞ ആ സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഭയപ്പെടേണ്ട, ഭയം മാറ്റുന്നതാണ് സുവിശേഷം. ആ സദ്വർത്തമാനം അതാണ്, ഭയം മാറ്റും. ഇന്ന് പലതിനെ ചൊല്ലി ഭയപ്പാടിലാണ് നമ്മൾ പലരും. ഭീതി, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആശങ്കകൾ, ആങ്സൈറ്റീസ് ആൻഡ് കെയേഴ്സ്, എന്തെല്ലാം ആശങ്കകളും ഉത്കണ്ഠാകുലമായ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്, വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലർക്കും സമാധാനമില്ല, സ്വസ്ഥതയില്ല. എത്ര പ്രസംഗം കേട്ടാലോ അല്ല എത്ര നേരം പ്രാർത്ഥിച്ചാലോ സമാധാനം മാത്രം കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, വചന ശുശ്രൂഷകൾക്ക് വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വചനത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ സമാധാനം കിട്ടുന്നില്ല. അഥവാ ഒരല്പനേരത്തേക്ക് സമാധാനം കിട്ടിയാലും പെട്ടെന്ന് സമാധാനം വറ്റിപ്പോകുന്നു. എന്തു പറ്റി? സമാധാനമില്ല, സന്തോഷമില്ലാത്ത കുടുംബജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി കർത്താവിനോട് ഒരു കാര്യം സ്വകാര്യമായി പറയണം. അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ പറയണം. അത് നിങ്ങൾ പറയേണ്ടതാണ്. കർത്താവേ, എനിക്ക് സന്തോഷമാണ് ഇല്ലാത്തത്, എനിക്ക് സന്തോഷമില്ല. എനിക്ക് പല കാര്യങ്ങളിലും അങ്കലാപ്പുകളുണ്ട്, പല കാര്യങ്ങളിലും ഭീതിയുണ്ട്, പല കാര്യങ്ങളിലും ഭയപ്പാടുണ്ട്, പല കാര്യങ്ങളിലും എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ പല കാര്യങ്ങളിലും പ്രയാസങ്ങളുണ്ട്, ചില അനിശ്ചിതത്വങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഒരു തീർപ്പും കിട്ടുന്നില്ല, ഒരു പരിഹാരം ലഭിക്കുന്നില്ല, സമാധാനമില്ല. ഉള്ളു നീറുകയാണ്. കർത്താവേ, നിനക്കറിയാമല്ലോ, എൻ്റെ ഉള്ളു നീറുകയാണ്, ഉള്ളു എരിയൊരിക്കൊള്ളുകയാണ്. എൻ്റെ കർത്താവേ, നീ കാണുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ കൈപ്പണിയാണല്ലോ, ഞാൻ നിൻ്റെ സൃഷ്ടിയാണല്ലോ. നീ കാണുന്നില്ലേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ, എൻ്റെ മനസ്സിലെ വിങ്ങുന്ന വേദനകൾ, എൻ്റെ ഹൃദയത്തെ അത്യധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ എൻ്റെ യാതനകൾ എല്ലാം നീ കാണുന്നില്ലേ? കർത്താവേ, ഇന്നെനിക്ക് ഈ മഹാസമാധാനം തരണം, മഹാസന്തോഷം തരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത് പ്രാപിക്കാമെന്ന് എഴുന്നേൽക്കരുത്. കർത്താവേ, അങ്ങനെ ഒരു മഹാസന്തോഷം ഉണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് കേട്ട പാവപ്പെട്ട അട്ടരന്മാർക്ക് കിട്ടിയ ആ സന്തോഷം, കർത്താവേ, ആ മഹാസന്തോഷം ഇന്ന് നീ എനിക്ക് തരണം, എന്നിട്ടേ ഞാനിത് പറഞ്ഞു വിടാവൂ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശാഠ്യം പിടിച്ച് ചോദിക്കണം, ദൈവത്തോട് ശാഠ്യം പിടിക്കണം, കർത്താവിനോട് ശാഠ്യം പിടിച്ച് ചോദിക്കണം. കർത്താവ് തരാതെ ഞാൻ പോവില്ല. കർത്താവിനോട് പറയണം, കർത്താവേ, അത് കിട്ടാതെ ഞാൻ എഴുന്നേൽക്കുന്നില്ല. നാഥ, നീ എനിക്ക് തരാനാണല്ലോ വന്നത്, എനിക്ക് ഈ സന്തോഷം തരാനാണല്ലോ നീ വന്നത്. നീ ഈ സന്തോഷം എനിക്ക് തരാതെ ഞാൻ പോവുകയില്ല. പല കാര്യങ്ങളിൽ എനിക്ക് കുറവുണ്ട്, പല കാര്യങ്ങളിലും പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, കടമുണ്ട്. കർത്താവെ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്കറിയാൻ പാടില്ല. കർത്താവെ, കുടുംബത്തിൽ ചില ക്ലേശങ്ങളുണ്ട്. ദൈവമേ, ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞു. എൻ്റെ കർത്താവെ, എന്ത് വേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി മരിക്കുകയല്ലേ വേണ്ടു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ക്ഷമിക്കണം കർത്താവെ, ഞാൻ ഒരിക്കലും ഇനി മരിക്കണമെന്ന് ചിന്തിക്കുകയില്ല. അത് മഹാപാപമാണ്. കർത്താവെ, എനിക്കത് മനസ്സിലായി. ഇല്ല, ഞാൻ ഇനി അങ്ങനെ ചിന്തിക്കുകയില്ല. എന്നാൽ കർത്താവെ, എൻ്റെ നിരാശ മാറ്റാൻ, നാഥ, എൻ്റെ ദുഃഖം മാറ്റാൻ, എനിക്ക് സമാധാനം തരാൻ നീ വന്നിരിക്കുന്നതിൽ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്നതായി ഉണ്ണിയേശുവിനെക്കുറിച്ച് അവർ ആദ്യമായി കേൾക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിനോടമായ ബേത്ലഹേമിൽ യേശു ജനിച്ചിരിക്കുന്നു, ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നുള്ള വാർത്ത, സന്തോഷം, ക്രിസ്തു എന്ന സന്തോഷം, ക്രിസ്തു എന്ന സമാധാനം, ക്രിസ്തു വരുന്നതായ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹം ഒരവസരത്തിൽ പറഞ്ഞു, 1000 പുൽക്കൂടുകളിൽ യേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. 1000 പുൽക്കൂടുകളിൽ യേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സങ്കടം. എൻ്റെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ യേശു എൻ്റെ ഹൃദയത്തിൽ പിറക്കണം. ലോകത്ത് പലയിടത്തും സന്തോഷം ഉണ്ടായിരിക്കും,
പലർക്കും ആഹ്ലാദം ഉണ്ടായിരിക്കും, നല്ലത് ആയിക്കൊള്ളട്ടെ. പക്ഷേ എനിക്ക് ആ സന്തോഷം വരണമെങ്കിൽ എൻ്റെ ഉള്ളിൽ യേശു പിറക്കണം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് യേശു കെഞ്ചുകയാണ്, മോനെ നിനക്ക് സന്തോഷം തരാം, മോളെ നിനക്ക് സമാധാനം തരാം, നിനക്കിനിയും നല്ല കാലം തരാം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മധുരക്കിനാക്കളും പൊഴിഞ്ഞു പോയി നീ വിചാരിക്കുമ്പോൾ കേൾക്കാം, മോനെ നിനക്ക് സന്തോഷത്തിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാം, സന്തോഷത്തിൻ്റെ അനുഭവം നിനക്ക് അനുഭവിക്കാം. കർത്താവിന് സ്തോത്രം. ഇന്ന് ഇത് നിങ്ങൾ ഏറ്റുവാങ്ങുക. ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ ഒരുമിച്ച് നിന്ന് പാടുകയാണ്, ഒരുമിച്ച് നിന്ന് പാടുന്നു. എന്താണ് പാടുന്നത്? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർ, അതാരാണ്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർ. ദൈവത്തിന് സ്തോത്രം. ആരാണത്? അത് നാമാണ്. യേശുവിൻ്റെ വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. വചനം, സത്യവചനം, കറതീർന്ന വചനം, മായം കലർത്താത്ത വചനം കേൾക്കുന്ന നാമാണ് ഭാഗ്യശാലികൾ. ദൈവത്തിന് സ്തോത്രം. അവരാണ് ദൈവപ്രസാദമുള്ളവർ. ദൈവം പ്രസാദിച്ചുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റിയത്. ദൈവം പ്രസാദിച്ചുകൊണ്ടാണ് നമുക്ക് വചനം കേൾക്കാൻ പറ്റിയത്. ദൈവത്തിൻ്റെ പ്രസാദം കൊണ്ട് നമുക്ക് ദൈവപ്രസാദമുള്ള മനുഷ്യരാണ് നാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രയോ കാലങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു ഓരോ കാലങ്ങളിലും ഓരോരുത്തർക്ക് സമാധാനം കൊടുത്തുകൊണ്ടിരുന്നു, ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അനേകരും ദുരിതത്തിലാണ്, അനേകരും വല്ലായ്മയിലാണ്, ഇല്ലായ്മയിലാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ ദൂത് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ ഏറ്റുവാങ്ങണം. കർത്താവിന് സ്തോത്രം. സന്തോഷം തരാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങളുടെ സമീപത്തുകൂടെ മന്ദമന്ദം നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അലർഹി ഉണ്ടാക്കുന്നവരോട് നമുക്ക് സഹതാപമാണോ ഉണ്ടാകുന്നത്? നമ്മുടെ മക്കൾ തെറ്റായ വഴിക്ക് ഒതുങ്ങുമ്പോൾ നമുക്ക് സഹതാപമാണോ ഉണ്ടാകുന്നത്? നാം അരിശം കൊള്ളരുത്, നാം കോപിക്കരുത്. നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞിട്ട് ആ സമാധാനം അവരിലേക്ക് പകരുവാനായി സഹതാപത്തോടെ അവരോട് ഇടപെടുക. ദൈവത്തിന് സ്തോത്രം. ഈ കുട്ടികൾ തെറ്റായി വഴിക്ക് പോകുന്നത് എന്താണ്? അവർക്ക് സഹതാപം കിട്ടുന്നില്ല. അവരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ശിക്ഷിക്കുകയും അവരെ ക്രൂരമായി അവരോട് കോപിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് അവരുടെ സഹതാപത്തോടെ പെരുമാറുക. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു പുതിയ ദിശാബോധം നിങ്ങൾ കിട്ടട്ടെ, ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ വരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പാപം ചെയ്യുന്നവരോട് ദേഷ്യം വരരുത്, തെറ്റ് ചെയ്യുന്നവരോട് ദേഷ്യം വരരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ സഹതാപം വരണം. പാപം ചെയ്യുന്നവരോട് നിങ്ങൾക്ക് ഉള്ളത്തിൽ സഹതാപം വരണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് സഹതാപം വരുമ്പോൾ ആ സഹതാപത്തിൽ കൂടി യേശുവിൻ്റെ ക്രൂസിലെ സ്നേഹം അവരിലേക്ക് പകരാൻ സാധിക്കും. നിങ്ങൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് സ്നേഹം പകരാൻ പറ്റുകയില്ല. കുട്ടികളോട് നിങ്ങൾ വഴക്കടിച്ചുകൊണ്ട് സ്നേഹം പകരാൻ പറ്റുകയില്ല. ഭാര്യയോട് നിങ്ങൾ പിണങ്ങിയതുകൊണ്ട് സ്നേഹം പകരാൻ പറ്റുകയില്ല. ഭർത്താവിനോട് ഇണങ്ങാതിരിക്കുന്നതുകൊണ്ട് സ്നേഹം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നേരെ മറിച്ച് സ്നേഹത്താൽ നിങ്ങൾ വിൻ ചെയ്യുക. സ്തോത്രം. സ്നേഹത്താൽ നിങ്ങൾ നേടിയെടുക്കുക. സ്നേഹത്താൽ മാത്രമേ ജയമുള്ളൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ ആ സ്വർഗീയ സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ കർത്താവായ യേശു ക്രിസ്തു ഇതാ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്നു. എന്തൊരു ഭാഗ്യം! അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനോഹരമായ പാട്ട്. ആ പാട്ട് കേട്ട് ആട്ടിടയന്മാരും അവരെ പയ്യെ മൂളി തുടങ്ങി. അവരും ചേർന്ന് നിന്നു. അവർ മാലാഖമാരുടെ അടുക്കൽ ചേർന്ന് നിന്നു. പേടിപ്പോയി. അനുഗ്രഹീതമായ പാട്ട് കേട്ടപ്പോൾ പേടിപ്പോയി. അവർ ആട്ടിടയന്മാർ മാലാഖമാരോട് ചേർന്ന് നിന്നു. എന്നിട്ട് അവരും പാടി തുടങ്ങി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അല്പനേരം പാടിക്കഴിഞ്ഞപ്പോഴേക്കും മാലാഖമാർ മുകളിലേക്ക് കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അറിയിക്കാനുള്ള സന്ദേശം കഴിഞ്ഞ് മാലാഖമാരൻ കയറിപ്പോയി. പിന്നെ ഇവർ ഓർത്തു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പറഞ്ഞത് എങ്ങനെയല്ലേ? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ പട്ടണം ബേത്ലഹേം. നമുക്കങ്ങോട്ട് പോകാം. ഒരുപക്ഷേ അവരാരെങ്കിലും പറഞ്ഞു കാണുമോ? വേദവസം പറയുന്നില്ല. നമുക്ക് ഈ രാഷ്ട്രത്തിൽ വേണമോ? നമ്മുടെ ഈ ആടുകൾ ഇട്ടിട്ട് പോയാൽ, ആടുകൾ വല്ല ചെന്നവർ പിടിച്ചോണ്ട് പോയാലോ? അപ്പോൾ മറ്റൊരു പറഞ്ഞു, അല്ലല്ല, ഇത് സന്തോഷ വർത്താനം കിട്ടിയിരിക്കുകയാണ്, നമുക്കൊരു വലിയ കുളിർമ കിട്ടിയിരിക്കുകയല്ലേ, നാം അറിഞ്ഞിട്ടില്ലാത്തൊരു മഹാസന്തോഷമല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഹൃദയം ഇങ്ങനെ നൃത്തം ചെയ്യുകയല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാം. ചിലർ ഒരുപക്ഷെ മടി പറഞ്ഞെങ്കിലും അവരും കൂടി, എല്ലാവരും കൂടി ചേർന്ന് മുന്നോട്ട് പോയി. ഇതെല്ലാം ഭാവനയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും വേദപുസ്തകത്തിൽ വിശദീകരിച്ചിട്ടില്ല. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവർ നടന്ന് ബേത്ലഹേം പുൽക്കൂട്ടിലെത്തി. കർത്താവിന് സ്തോത്രം. അപ്പോഴാണ് മാലാഖമാ പറഞ്ഞതുപോലെ ഉണ്ണിയേശുവിനെ അവർ പുൽക്കൂട്ടിൽ കാണുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകളുടെ മുമ്പിൽ നിങ്ങളൊന്ന് വിനയപ്പെട്ടിട്ട്, കർത്താവേ, രാജാധിരാജനായ യേശുവിനെ എനിക്ക് കൺകുളിർക്ക് കാണണം. സ്തോത്രം.
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. കർത്താവേ, എനിക്ക് എൻ്റെ രാജാധിരാജനായ യേശുവിനെ, ഉണ്ണി യേശുവിനെ എനിക്ക് കാണണം. കർത്താവിന് സ്തോത്രം. യേശുവിനെ അവർ കണ്ടു, കൺകുള്ളവർക്ക് കണ്ടു. കർത്താവിന് സ്തോത്രം. അവർ പുൽക്കൂടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ആ പശുക്കൾ മാറി നിൽക്കുകയാണ്. പശുക്കളെല്ലാം പുറകോട്ട് മാറി തലവലിച്ച് നിൽക്കുകയാണ്. മൂകജീവികളാണെങ്കിലും അവർ പുറകോട്ട് തലവലിച്ച് നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട ആടുമാർ അവർ മുട്ടുകുത്തി കിടന്നുകൊണ്ട് പാടുന്നു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദങ്ങൾ മനുഷ്യർക്ക് സമാധാനം. വൈകി പുഞ്ചി തൂയിക്കൊണ്ട് ആ ശിശു ആ പുൽക്കൂട്ടിൽ കിടക്കുന്നു. കന്യമാതാവിൻ്റെ കരം കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നു. യോസേഫ് പിതാവ് അടുത്ത് തന്നെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരും ചേർന്ന് പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദങ്ങൾ മനുഷ്യർക്ക് സമാധാനം. ആ അർദ്ധരാത്രിയിൽ കേൾക്കുന്ന ഇമ്പകരമായ സംഗീതം കേട്ടുകൊണ്ട് ആ വഴിയമ്പലത്തിൽ കിടന്നുറങ്ങുന്നവരെ ചാടി എഴുന്നേറ്റു. വഴിയമ്പലക്കാരൻ എഴുന്നേറ്റു. വഴിയമ്പലത്തിൽ ഓരോ മുറികളിലും കിടന്ന് ഉറങ്ങിയിരുന്നവർ എഴുന്നേറ്റു. അവരും കേട്ടു ഈ മധുരനാദം, മധുരപരമായ ഈ ഗാനം. അവരും എഴുന്നേറ്റു. അവരെവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്? മധുരമായ ശബ്ദമാണല്ലോ, അത്യന്തം ഹൃദയഹരിയായൊരു സംഗീതമാണല്ലോ. അവരും പുറപ്പെട്ടു. അവരും എഴുന്നേറ്റു. ഉറക്കം തെളിഞ്ഞ് അവർ വന്നു നിന്നു. അപ്പോഴുണ്ട് ഈ പാവപ്പെട്ട സാധുക്കളായ ആട്ടിടയന്മാർ പാടുന്നു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യർക്ക് സമാധാനം. കർത്താവിന് സ്തോത്രം. അവരും പാടി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിയിൽ ഗാനത്തിൻ്റെ ഒരു നിർച്ചരി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത്യന്തം മനോഹരമായ മധുരഗാനങ്ങളെ നിർച്ചരി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒഴുകുകയാണ്. ആ ഗാനം ആ ഇരുളിൻ്റെ മറവിലൂടെ ഒഴിയൊഴുകി നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒന്ന് ജനിച്ചാൽ ഈ ഗാനം നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ ജനിച്ചാൽ ഈ ഗാനം നിങ്ങൾക്ക് ലഭിക്കും. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം പാടാൻ സാധിക്കും. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിങ്ങളുടെ നാവിൽ നിന്ന് അനർഗളം പ്രവഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നാവിൽ നിന്ന് ഇടയില്ലാത്ത സ്തുതിഗീതങ്ങൾ പൊഴിയാൻ തുടങ്ങും. നിങ്ങൾ ആനന്ദവായ്പോടെ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയ രാജാധിരാജാവായ യേശു ഇപ്പോൾ ഇതാ അവൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവനെ പാടി സ്തുതിക്കാം, അവനെ വർണ്ണിക്കാം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ബേത്ലഹേമിൽ കൂട്ടിൽ പിറന്നു. ബേത്ലഹേമിൽ പിറന്നു. അന്ന് ഹെരോദ രാജാവ് കേട്ട് ഭ്രമിച്ചു പോയി. അടുത്ത വാക്യം വായിക്കാം, 3-ാം വാക്യം മുതൽ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. സ്തോത്രം. ഹെരോദ രാജാവ് കേട്ട് ഭ്രമിച്ചു പോയി. യേശുവിൻ്റെ ഉള്ളിൽ വന്നാൽ മറ്റുള്ളവർ ഭ്രമിക്കും. സ്തോത്രം. പലരും തെറ്റിദ്ധരിക്കും, പലരും പരിഹസിക്കും. യേശു ഒരു വീട്ടിൽ വന്നാൽ പലർക്കും തെറ്റിദ്ധാരണയുണ്ടാകും. സ്നേഹിത, നിൻ്റെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ പലരും നിന്നെ പകയ്ക്കും. യൗവനക്കാര, നിൻ്റെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ പലരും നിന്നെ ദ്വേഷിക്കും. മകളെ, നിൻ്റെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ നീ ഒറ്റപ്പെട്ടവളായി മാറിയെന്ന് വരും. പേടിക്കേണ്ട. സ്തോത്രം. ഇതാ യേശു അവിടെ എവിടെ ജനിച്ചിരിക്കുന്നതെന്ന് അതറിയാനായിട്ട് പാവപ്പെട്ട ആ വിദ്വാൻമാർ വരികയാണ്. അവർ ജ്ഞാനികളാണ്. 3 പേരാണെന്നാണ് ചരിത്രം പറയുന്നത്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ആ വിദ്വാൻമാർ 3 പേര്, പൂജരാജാക്കന്മാർ. അവർ 3 പേരും മഹാവിദ്വാൻമാരായിരുന്നു. വൈസ്മെൻ, ബുദ്ധിശാലികളായിരുന്നു, ജ്ഞാനികളായിരുന്നു. അവർക്ക് ഒരേ സമയത്ത് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ഈ 3 പേർക്കും, 3 ഞാൻ വിചാരിക്കട്ടെ, 3 പേർക്കും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ ഇന്ത്യയിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്നുള്ള വിശ്വാമിത്ര മഹർഷിയാണെന്നാണ്. വിശ്വാമിത്ര മഹർഷി, പ്രിയപ്പെട്ടവരെ, അത് തെളിവൊന്നുമില്ല. പക്ഷേ ചരിത്രം അങ്ങനെ, ഐതിഹ്യം അങ്ങനെ പറയും. വിശ്വാമിത്ര മഹർഷി, വിശ്വാമിത്രനെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം ജ്ഞാനം തേടി പോവുകയാണ്. ജ്ഞാനം തേടി പോകുന്നു. വേറൊരാൾ ചൈനയിലുള്ള കൺഫ്യൂഷ്യസ് മതത്തിൽപ്പെട്ട ഒരാളാണ്. ചൈനയിലുള്ള കൺഫ്യൂഷ്യസ് മതത്തിലുള്ള കൺഫ്യൂഷ്യസിൻ്റെ മതം. വേറൊരാൾ പേർഷ്യയിലുള്ള സൊറാസ്ട്രിയ മതത്തിൽപ്പെട്ട ഒരാളാണ്. ഒക്കെയാണ് ചരിത്രം പറയുന്നത്. വേദപുസ്തകം അങ്ങനെയൊന്നും പറയുന്നില്ല. അതൊന്നും അറിഞ്ഞുകൊണ്ട് പ്രത്യേക ദോഷവും ഗുണവുമില്ല. പ്രിയപ്പെട്ടവരെ, അതേ അവർ 3 പേരും ഒരുമിച്ചു. ഒരേ ചിന്താഗതിയുള്ളവർ, ഒരേ കാര്യം അന്വേഷിക്കുന്നവരെ ഒരുമിച്ചു. അത് നല്ലൊരു കാഴ്ചയാണ്. നാം ഒരുമിച്ച് വരണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കണം. നമുക്ക് ഒരു മനസ്സ് വരണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കണം. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാകണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കണം. കുടുംബം, മാതാപിതാക്കളും മക്കളും എല്ലാവരും ചേർന്ന് ഒരു ഹൃദയമാകണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കും. ലക്ഷ്യം
ചിന്തിക്കണം നിങ്ങൾ. എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടേണ്ടത് എന്താണ്? എന്താണ് എൻ്റെ ലാക്ക്? എൻ്റെ സോൾ എയിം ഇൻ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു എയിം എന്താണ്? ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ്? സ്തോത്രം. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി ഈ തലമുറയിൽ ജീവിച്ച് യേശുവിൻ്റെ തിരുമാറിൽ തലചായ്ച്ച് വിശ്രമിക്കണം. സ്തോത്രം. വേറൊന്നും ലക്ഷ്യമില്ല. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി ജീവിച്ച് ഈ തലമുറയിൽ യേശുവിൻ്റെ വിശുദ്ധനായി ജീവിച്ച് അടുത്ത തലമുറയിലേക്ക് വിശുദ്ധിയുടെ സുഗന്ധം പകർന്നു കൊടുത്തിട്ട് എനിക്ക് കണ്ണടയ്ക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹെരോദാവ് സംഭ്രമിച്ചു പോയി. ഞാനിരിക്കുമ്പോൾ വേറെ രാജാവോ? ഞാനിരിക്കുമ്പോഴോ? ഒരു ഭീഷണിയാണല്ലോ. ഹെരോദാവ് സംഭ്രമിച്ചു പോയി. ഹെരോദാവ് ഉടനെ വിദ്വാന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. വിദ്വാന്മാർ, പണ്ഡിതന്മാർ, ജ്ഞാനികളെല്ലാവരും വിളിച്ചു വരുത്തി. ഈ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെയാണ്. പക്ഷേ ഈ എവിടെയാണ് യേശു ജനിക്കുന്നത് എന്നറിയാവുന്ന പണ്ഡിതന്മാർക്ക് പോലും ആ യേശുവിനെ വണങ്ങാൻ സാധിച്ചില്ല. അവർ പോയില്ല. കാര്യമൊക്കെ അറിഞ്ഞു, പഠിച്ചു. തിയോളജി പഠിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെമിനാരികളിൽ തിയോളജി പഠിപ്പിക്കുന്നുണ്ട്. അനേകം ആളുകൾ നല്ല പണ്ഡിതന്മാരുണ്ട്. പക്ഷേ യേശുവിനെ ആരാധിക്കാനുള്ള ഭാഗ്യം അവർ കിട്ടിയിട്ടില്ല. സത്യദൈവത്തെ കണ്ടറിയാൻ സാധിച്ചിട്ടില്ല. കർത്താവ് അത് എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട ആട്ടിടയന്മാർക്ക്, സാധുക്കളായ നമ്മെ പോലുള്ളവർക്ക്, നിസ്സാരന്മാരായ പോലുള്ളവർക്ക്, വീഴ്ചകളും താഴ്ചകളുമുള്ള ഭൗതിക ജീവിതത്തിൽ വലഞ്ഞ് കുഴഞ്ഞ് ജീവിതമാകെ അസ്വസ്ഥമായിരിക്കുന്ന സാധുക്കളായ നമ്മൾക്ക് അങ്ങനെയുള്ള ചേതാനും പാവപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്നു. മുക്കുവ തൊഴിലാളികൾ കിട്ടുന്നു, പാവപ്പെട്ടവർക്ക് കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. സാധുക്കൾ കിട്ടുന്നു, അക്ഷാഭ്യാസമില്ലാത്തവർക്ക് കിട്ടുന്നു. കർത്താവ് തൻ്റെ സുവിശേഷം പരമേൽപ്പിച്ചത് പണ്ഡിതന്മാരെയല്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ വക്താക്കളാകാൻ കർത്താവ് തിരഞ്ഞെടുത്തത് മഹാന്മാരെയല്ല. കർത്താവ് തിരഞ്ഞെടുത്തത് പാവപ്പെട്ട സാധുക്കളായ മുക്കുവ തൊഴിലാളികളെയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് കൊട്ടാരത്തിലെ സപ്രപഞ്ച കട്ടിലല്ല പിറന്നു വീണത്. കർത്താവ് ഒരു പുൽക്കൂട്ടിലാണ് പിറന്നു വീണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തലയായിപ്പാനിടം കിട്ടിയിരുന്നില്ല. ഒന്ന് പ്രസവിച്ച് കിടക്കാൻ കനിമറിയാവിൻ്റെ ഇടം കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ യേശു എവിടെയെന്ന് അന്വേഷിച്ച് ചിന്തിക്കുന്നവർക്ക്, തത്വജ്ഞാനികൾക്ക് സ്ഥലം കിട്ടി, പിടി കിട്ടി, ബേത്ലഹേമിൽ നിന്ന് പിടി കിട്ടി. പക്ഷേ അവരാരും ആരാധനയ്ക്കിലേക്ക് പോയില്ല. കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു, ആരാധിക്കാൻ തയ്യാറായില്ല, ആരാധിക്കാനുള്ള മനസ്സ് വന്നില്ല. പക്ഷേ ഈ വിദ്വാൻമാർ അവർ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോൾ അപ്പോൾ ആ നക്ഷത്രം അവിടെ മരവിച്ച് നിന്നു. അതുവരെ നടത്തിക്കൊണ്ടിരുന്ന നക്ഷത്രം മരവിച്ച് നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ശിശു എവിടെയാണ് നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്നുള്ളൂ. ഞാൻ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറയണം, എവിടെയാണെന്നൊക്കെ എന്നോട് പറയണം. എനിക്ക് ചെന്ന് ആരാധിക്കണമെന്നുണ്ട്. നല്ല പച്ചക്കള്ളം പറഞ്ഞു, തന്ത്രമാണ്, കബളിപ്പാണ്. എനിക്കും ആരാധിക്കണമെന്നുണ്ട്. എന്നാൽ അവർ ദൈവത്തിൻ്റെ എള്ളപ്പാടനുസരിച്ച് അവർ പിന്നെ ഇറങ്ങി പുറപ്പെട്ടു. സ്തോത്രം. നക്ഷത്രം ചലിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എന്താ പറഞ്ഞത്? ഇതുവരെയും ചലിക്കാതിരുന്ന നക്ഷത്രം ഇന്ന് ചലിക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ചലിക്കാതെ പോയ നക്ഷത്രം ഇന്ന് ചലിക്കാൻ തുടങ്ങട്ടെ. ഇതുവരെയും സഞ്ചരിക്കാത്ത നക്ഷത്രം ഇന്ന് സഞ്ചരിക്കാൻ തുടങ്ങട്ടെ. ഇന്ന് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചലനം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു പുതിയ ചലനം ഇന്നുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം കിട്ടട്ടെ. ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഇന്ന് രാത്രി ലഭിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിങ്ങൾക്ക് കിട്ടട്ടെ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ചലിക്കുക മാത്രമല്ല, ചലിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. എന്താണ് പറയുന്നത്? ചലിക്കുന്നു, ചലിപ്പിക്കുന്നു. ഓ, എൻ്റെ ദൈവത്തിന് സ്തുതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നക്ഷത്രം ചലിക്കുന്നു, നക്ഷത്രം ചലിപ്പിക്കുന്നു. അവർ ചലിച്ചു തുടങ്ങി, അനങ്ങി തുടങ്ങി, അവർ പോയി തുടങ്ങി. വഴി നടത്തി അവർ ചെന്നു. അവർക്ക് 3 പേർക്ക് നിക്ഷേപപാത്രങ്ങളുണ്ട്. അവർ ശിശുവിനെ കണ്ടു. നിക്ഷേപപാത്രങ്ങൾ തുറന്നു. അവരവിടെ മുട്ടുകുത്തി. ശിശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. നിക്ഷേപപാത്രങ്ങൾ തുറന്നു. അപ്പോഴുണ്ട് ഒരാൾ പൊന്നെടുത്തു. പൊന്ന് രാജ്യത്തെ കുറിക്കുന്നു. രാജാവ് സമ്മാനിക്കുന്നതാണ് പൊന്ന്. വേറൊരാൾ മൂരെടുത്തു. പ്രവാചക ശുശ്രൂഷയെ കാണിക്കുന്നു, പ്രവാചകൻ. വേറൊരാൾ കുന്തിരിക്കമെടുത്തു, പുരോഹിത ശുശ്രൂഷയെ കാണിക്കുന്നു. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. നോക്കൂ, യേശുവിനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിഞ്ഞു. ആര് വെളിപ്പെടുത്തി കൊടുത്തു അവർക്ക്? ഇതിലാര് കാണിച്ചു കൊടുത്തു? സ്വർഗത്തിലെ നിത്യനായ ദൈവം അവരെ വഴി നടത്തി. അവരുടെ യോഗ്യതയല്ല, അവരെ വഴി നടത്തിയ നിത്യനായ ദൈവം. പൊന്നും ഒരു കുന്തിരിക്കും കാഴ്ചവെച്ചു. നമുക്കെന്ത് കാഴ്ചവെക്കാനുണ്ട്?
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ നിസ്സാരമായ ശരീരം, പാവം വരട്ടിക്കളഞ്ഞ ഈ ശരീരം, പാവം വിഴുങ്ങിക്കളഞ്ഞ ഈ ഹൃദയം, ദൈവമേ, അശുദ്ധമായ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഉൾക്കൊണ്ടിരുന്ന ഈ മനസ്സ്, എൻ്റെ കർത്താവേ, അസൂയയും പകയും വിദ്വേഷവും അനേക കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതുള്ളതായി നിരാശയും എല്ലാമായിട്ട് വലിഞ്ഞു പോയ ഈ ഹൃദയം എന്താണ് കാഴ്ചവെക്കാനുള്ളത്? പൊന്നും ഒരുങ്ങുന്നിരിക്കും വിദ്വാൻമാർ കാഴ്ചവെച്ചു. കർത്താവേ, ക്രിസ്തുമസിനോട് ചേർന്ന് ഞാനും ഇതാ വരുന്നു പുൽക്കൂട്ടിനുമ്പിലേക്ക്. കാഴ്ചവെക്കാൻ എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ളത് ഒരു കെട്ട് പാവം മാത്രം, ഒന്നും തരാനില്ല. കർത്താവേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. തിരുമുമ്പാകെ തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. കർത്താവേ, നീ എന്നെ ഒന്ന് കാണണമേ. ഇതാ കൈ ശൂന്യമാണ്, ഒന്നുമില്ല. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിന് എന്ത് കൊടുക്കും? എന്ത് കാഴ്ചവെക്കും? ദൈവത്തിന് സ്തോത്രം. ഉറപ്പാണ്, പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് മുഴുവൻ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ ഇറക്കി വെച്ചാൽ, യേശുവിൻ്റെ പാദം എടുത്ത് നിങ്ങൾ വെച്ചാൽ എല്ലാം ആവിയായി പോകും, എല്ലാം കത്തിപ്പോകും. ദൈവത്തിന് സ്തോത്രം. എത്ര ഹീനമായ പാതകങ്ങൾ വന്നെങ്കിലും, എത്ര മ്ലേച്ഛമായ ജീവിതമായിരുന്നെങ്കിലും, എത്ര ഹീനമായ, എത്ര മോശമായ ജീവിതമായിരുന്നെങ്കിലും, നിൻ്റെ ജീവിതത്തിലെ എല്ലാ പാകപ്പിഴകളും മാറ്റി നിന്നെ വിശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തു മതിയായവനാണ്. വിശുദ്ധീകരിക്കുന്നതിൻ്റെ അരികെയാണ് വന്നിരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നതിൻ്റെ തിരുമുമ്പാകെയാണ് വന്നിരിക്കുന്നത്, അവന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. എല്ലാ പാപങ്ങളും അങ്ങോട്ട് വെച്ച് കൊടുക്കുക, എല്ലാം ഏറ്റുപറയുക, എല്ലാം തുറന്നു പറയുക. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒന്നും മാറാതെ വിട്ടുകളയാതെ എല്ലാം ഏറ്റുപറഞ്ഞുകൊള്ളുക. കർത്താവേ, എല്ലാ പാവവും ഞാൻ ഉപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തീ എന്നിലേക്ക് ഇറങ്ങി എല്ലാം കത്തിച്ച് കളയണമേ. എല്ലാം കത്തിച്ച് കളഞ്ഞ് കർത്താവേ, എനിക്കൊരു മോചനം തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമോ? നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? പൊന്നും ഒരുങ്ങുന്നിരിക്കും വിദ്വാൻമാർ കാഴ്ചവെച്ചു. നമുക്ക് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും കാഴ്ചവെക്കാം. എല്ലാം സമസ്ത കാര്യങ്ങളും കാഴ്ചവെക്കാം. എല്ലാം നമ്മുടെ തോൽവികൾ കാഴ്ചവെക്കാം, നമ്മുടെ ജയങ്ങൾ കാഴ്ചവെക്കാം, നമ്മുടെ കോട്ടങ്ങൾ കാഴ്ചവെക്കാം, നമ്മുടെ നേട്ടങ്ങൾ കാഴ്ചവെക്കാം. എല്ലാം 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 കുരിശിൻ്റെ ചുവട്ടിലേക്ക് അർപ്പിക്കാം. ക്രൂശിൽ മരിച്ചവൻ്റെ ആ തിരുവിലാവിൽ വഴിയ രക്തം വന്ന് നിങ്ങളെ കഴുകട്ടെ, നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ആ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ, അത്ഭുതകരമായ അനുഭവം നിങ്ങൾക്ക് തരട്ടെ. കർത്താവ് നിങ്ങൾ തുടരട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? യേശു സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ പിന്നാലെ പോകാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുവിനെ ആരാധിക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ഒട്ടും മടിക്കാതെ യേശുവിൻ്റെ വാതിലെടുത്തെങ്കിലേക്ക് നിങ്ങൾ താണ് വീഴുക. യേശുവിനോട് പറയുക, യേശുവേ നാഥാ, ഇന്നു മുതൽ എൻ്റെ കർത്താവേ, ഞാനിതാ നിൻ്റെ മാത്രം വക. എൻ്റെ യേശുവേ, ഇന്നിതാ ഞാൻ തീരുമാനമെടുക്കുന്നു, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നീ കണ്ടിരിക്കുന്ന മക്കളെ തൊട്ടല്ലോ, നന്ദിയോടെ സ്തോത്രം. തിരുവനന്തപുരത്തോടെ തലമേൽ തർക്കരം വെച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുത്താൽ കഴിവെടുപ്പാക്കി വിശദീകരിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ സാക്ഷികളാകുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.